തെളിയുന്ന സത്യമേ ഉലകിൻ്റെ നിത്യതേ നാദമായി രൂപമായി വിശ്വതേജോശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർദ്ദലന്റെ മിത്രമായി ഈ പ്രാർത്ഥന കേൾക്കുമോ? ഈ അർത്ഥന കാണുമോ? അഭയമേശുവിനനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു സ്വരമായി അണയാമീ ബലിവേദി. ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ.
തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീല ഒരുമയോടി ബലി സർവേശ്വരു സ്തുതിഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം സുഖസ്ഥിതനാഥാവേ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ കർത്താവായ ദൈവമേ വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തനാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നീ മറന്നു കളയുക ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിലെ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുവളകൾ പോലെയുമായിരിക്കും ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ്
സ്തുതി. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറിയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വഭൂമിയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനത് പറയുന്നത്.
ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ സ്വീകരിക്കുവാനായി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജോബി, ജെൻസി, മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വിവാഹങ്ങളിൽ അതിപ്രധാനമായ ഒരു വിവാഹ വിരുന്നിൻ്റെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നിങ്ങൾ കേട്ടത്. കാനായിലെ പ്രസിദ്ധമായ കല്യാണ വിരുന്ന് സന്ദർഭം അതാണ്. വലിയ ആർഭാടത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു വേള. എല്ലാവരും സന്തോഷിച്ച് വിരുന്നിൽ പങ്കുചേർന്നിരിക്കുകയാണ്. പെട്ടെന്നാണ് പരിശുദ്ധ കന്യാസ്ത്രീ മറിയം ഒരു കാര്യം മനസ്സിലാക്കുക. അവരുടെ വീഞ്ഞ് തീർന്നുപോയി. പ്രധാനപ്പെട്ട കുടിസാധനമാണത്. അത് കൊടുക്കാൻ ഇല്ലാതെ വന്നാൽ അതിൻ്റെ ജാള്യത, അതിൻ്റെ അപമാനം എത്ര ഭയാനകമായിരിക്കും ആ കുടുംബത്തിന് എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അപ്പോൾ അവരുടെ വീഞ്ഞ് തീർന്നു പോയ വിവരം തൻ്റെ മകനെ അമ്മ ഓടി വന്ന് അറിയിക്കുകയാണ്. മകനെ അവരുടെ വീഞ്ഞ് തീർന്നുപോയി. ഭർത്താവ് എന്താണ് മറുപടി പറഞ്ഞത്? അതിനെനിക്ക് നിനക്കുമെന്ത്? എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളല്ലല്ലോ ഇവരെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയത്.
ക്ഷണിച്ചവരാൾക്കാരെ നോക്കിക്കൊള്ളും. നമ്മളെന്തിനാ അതിനകത്ത് ഇടപെടണം? 7 കൽപ്പനകളുണ്ടല്ലോ, അതെല്ലാം വെള്ളം കൊണ്ട് നിറയ്ക്കുക. അവരത് ചെയ്യും. കർത്താവ് അവരെ ആ വെള്ളത്തെ ആശീർവദിച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി മക്കളുടെ ആ ഒന്നിച്ചിരുന്ന് സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുകയാണ്. വിവാഹത്തിന്റെ ഉദാശയിലൂടെ പരസ്പരം ബന്ധിതരാകുന്ന നിമിഷങ്ങൾ, ഏക ശരീരമായി മാറുന്ന അപൂർവ മുഹൂർത്തം. ജോബി, ജെൻസി, നിങ്ങൾ രണ്ടുപേരും ഇവരെ രണ്ടുപേരെയും നിങ്ങൾ പിടിക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. കാരണം യേശു പറഞ്ഞു, എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് തീർത്തു. ഒഴിഞ്ഞുമാറിയ യേശുവിനെ കൊണ്ട് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിപ്പിച്ചവളാണ് പരിശുദ്ധ. മന്ത്രി കത്തോലിക്കരായിരുന്നവരെ അവര് പിടിച്ചോണ്ടുപോയി. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേറെ പ്രശ്നം അറിയാൻ പാടില്ല. അവരേതാനും ചില വാക്യങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ടും പച്ചവെള്ളം പോലെ ഇങ്ങോട്ട് ഒഴിവ് വിടുമ്പോൾ ശ്രമിക്കുന്നു. പശുക്കിടാവ് തപ്പി തപ്പി ആ പശുവിന്റെ മുല കണ്ടുപിടിക്കുന്നു, മുല കുടിക്കുന്നു. അത് പിന്നെ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങുന്നു. പിന്നെ ഈ മുലപ്പാൽ കുടിച്ച് അത് തുള്ളിച്ചാട്ട് നടക്കാൻ തുടങ്ങുന്നു. എത്രയും വേഗം തീർച്ചയെടുക്കാൻ വളർത്തിയ യേശുവിനെ ജീവിതായോധനത്തിന് വളർത്തിയെടുത്ത ആ നല്ല അമ്മച്ചിയുടെ ആഗ്രഹം യേശു നടത്തി കൊടുക്കുകയാണ്. അവൾ മറിയം യേശുവിനെ കൊണ്ട് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിപ്പിച്ചവളാണ്. അതുകൊണ്ടാണ് കത്തോലിക്കരായ നമ്മൾ മറിയത്തെ ബഹുമാനിക്കുന്നത്. ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മറിയത്തെ ഒരു മധ്യസ്ഥയായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നത് തെറ്റാണ്, വേദപുസ്തക വിരുദ്ധമാണ് എന്നവൻ പറയുമ്പോൾ അത് ശരിയാണ്. പാവപ്പെട്ട പിന്നെ വിവരമില്ലാത്തവർ കത്തോലിക്കരോട് വിശ്വസിക്കുകയും അവരുടെ പുറകെ വാലാട്ടി പോവുകയും ചെയ്യും. എത്ര നന്ദികേടാണ് നിങ്ങൾ കാണിക്കുന്നത്. കാരണം ഇന്നലെ ഉണ്ടായ ബന്ധുക്രിസ്താക്കാരനല്ല നമുക്ക് വിശ്വാസം തന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് നമ്മുടെ കാരണവന്മാർക്കുള്ളത്. ശൈലിക പാരമ്പര്യം മാത്രമല്ല, ശ്രീഹായിൽ നിന്ന് നമുക്ക് പൈതൃകമായി കിട്ടിയിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ ഉടമകളാണ് നമ്മൾ. ആ അഭിമാന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായില്ലേ. പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ അത്താണിയായി യേശു തമ്പുരാൻ ഉണ്ടായിരിക്കട്ടെ. ഇവരുടെ രണ്ടുപേരുടെയും ആ സഹായത്തോടുകൂടി അവരുടെ അനുഗ്രഹാശികളോടുകൂടെ നിങ്ങളെ ഈ പുതിയ ജീവിതം നിങ്ങൾ ആരംഭിക്കുക. ഭയപ്പെടേണ്ട. കർത്താവ് എത്രയോ പ്രാവശ്യം വേദപുസ്തകത്തിലൂടെ നമ്മൾ പറയുന്നു, ദൈവം ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടുകൂടി. വിവാഹം പെരുകി വരിക. ആ ഫാഷൻ പല കുടുംബങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. സ്ത്രീപുരുഷന്മാര് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അധികം താമസിക്കാതെ തന്നെ പിരിഞ്ഞു പോകുന്ന അവസ്ഥാവിശേഷമുണ്ട്. കുടുംബക്കോടതിയിൽ എന്തുമാത്രം കേസുകൾ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷത്തിൽ നമുക്ക് പോകാൻ ഇടവരാതിരിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും ആ പ്രത്യേക സഹായവും സംരക്ഷണവും നമുക്ക് ആവശ്യമാണ്. എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ വേർപിരിയുകയില്ല. ആരെല്ലാം നിർബന്ധിച്ചാലും ഞങ്ങൾ വേർപിരിയുകയില്ല. ഞങ്ങളെ ദൈവമാണ് യോജിപ്പിച്ചത്. ആ യോജിപ്പ് മരണം വരെ നിലനിൽക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കുട്ടികൾ ചെയ്യാനും മറക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം. ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി അകലാനല്ല നോക്കേണ്ടത്. കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി വരിക. കർത്താവെ, നിങ്ങൾ നശിക്കാൻ പോകുന്ന നീ ഞങ്ങളെ രക്ഷിക്കണമേ. ആ ലീലാകടലിൽ കൂടെ സഞ്ചരിച്ച് കേൾക്കുന്ന അപ്പസ്വലന്മാരുടെ അനുഭവം നിങ്ങൾക്കറിയാം. കാറ്റും കോളും ഒന്ന് അടിച്ചു, വള്ളം മുങ്ങാൻ പോകുന്നു. ഭയഭ്രാന്തരായി തീർന്ന ആ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? ഉറങ്ങിക്കിടക്കുന്നു കർത്താവ് ആ തോണി. അവിടെ നിന്ന് പറഞ്ഞു, നാഥ ഉണരൂ, ഞങ്ങളെ രക്ഷിക്കും. നാഥൻ എഴുന്നേറ്റു, കടലിനെ ശാന്തമാക്കി വളരെ സുരക്ഷിതമായി അവർ അക്കരെ എത്തുകയും നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയും നമുക്കിപ്പോഴും ഇതുമായി. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകമായ സംരക്ഷണത്തിൽ നിങ്ങളുടെ ജീവിതം മംഗളകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു പുതിയ ജീവിതം നിങ്ങൾ ആരംഭിക്കാൻ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ആ സഹായത്തിന് പിൻബലത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ ജീവിതത്തിന് എല്ലാവരുമായ ഭാവങ്ങളും നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി സ്വജീവിതം സ്വർഗീയ പ്രവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുക. ദൈവവചനമാകുന്ന ആത്മീയ ബന്ധനായി സകലരെയും ക്ഷണിക്കുന്ന വിശുദ്ധായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായി ഉടനെ നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുക.